സിബി മലയിലിന്റെ സംവിധാനത്തിൽ കോക്കേഴ്സ് മീഡിയ എന്റർടൈൻമെന്റ് 24 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തിച്ച മോഹൻലാൽ ചിത്രം ദേവദൂതന് മികച്ച പ്രതികരണമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. OTT പ്ലേയുടെ റിപ്പോർട്ട് പ്രകാരം ദേവദൂതർ ആദ്യ ദിനം 50 ലക്ഷം സ്വന്തമാക്കിയിരുന്നു. കേരളം ബോക്സ് ഓഫീസിൽ മാത്രം 30 ലക്ഷമാണ് നേടിയിരിക്കുന്നത്. ബാക്കി 20 ലക്ഷം ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും GCC രാജ്യങ്ങളിൽ നിന്നുമുള്ള കളക്ഷനാണ്. 2000-ൽ പുറത്തിറങ്ങിയ പരാജയ ചിത്രമായിരുന്നു ദേവദൂതർ. ശബ്ദമിശ്രണത്തിൽ തികവ് വരുത്തിയും സിനിമയിലെ ചില ഭാഗങ്ങൾ വെട്ടി 34 മിനിറ്റായി ചുരുക്കിയുമൊക്കെ മാറ്റങ്ങൾ വരുത്തി പുതിയ സിനിമ പോലെ തന്നെയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. മികച്ച പാട്ടുകളാലും വിഷ്വലുകളാലും അഭിനയ മികവ് കൊണ്ടും സമ്പന്നമാണ് പടം. സിനിമയിലെ കരളെ നിൻ കൈപിടിച്ചാൽ എന്ന ഗാനം കാലം ഇത്ര കഴിഞ്ഞിട്ടും ആളുകളുടെ പ്ലേലിസ്റ്റ് ഭരിക്കുന്ന ഒന്നാണ്. ആ പാട്ടും അതിലെ നായികയ്ക്കും നായകനും എല്ലാം ഏറെ പ്രിയപ്പെട്ടതാണ്. അതിലെ നായകൻ വിനീതിനെ നമുക്ക് വേറെ സിനിമകളിലൂടെ പരിചിതമാണ്. എന്നാൽ നായികയുടെ ചെറുപ്പകാലം അഭിനയിച്ച നടിയെപ്പറ്റി ആർക്കും അധികം അറിയില്ല. ചെന്നൈ സ്വദേശിനിയായ നിർമ്മല ഷാമായിരുന്നു ജൂനിയർ അലീനയായി അവതരിപ്പിച്ചത്. ഒരഭിമുഖത്തിൽ നടൻ വിനീത് കുമാർ ആണ് നിർമ്മലയുടെ കാര്യം സൂചിപ്പിക്കുന്നത്. ചെന്നൈയിൽ നിന്നുള്ള നടിയാണ് ആ പാട്ടിൽ അലീനയായി എത്തിയതെന്നും പിന്നീട് അവരെ ഇതുവരെ കണ്ടിട്ടില്ല എന്നും വിനീത് അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അഭിനയമൊക്കെ വിട്ട് സ്വസ്ഥമായി കുടുംബജീവിതം നയിക്കുകയാണ് നിർമ്മല ഇപ്പോൾ. എന്നാൽ ദേവദൂതൻ കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ കമന്റുകളാണ് നിർമ്മലയുടെ പോസ്റ്റിന് താഴെ നിറയുന്നത്. അഭിമുഖത്തിലെ വിനീതിന്റെ വാക്കുകൾ സ്റ്റോറിയിലായി പങ്കുവെച്ച് നന്ദിയും അറിയിച്ചിട്ടുണ്ട് നിർമ്മല. കാലത്തെ അതിജീവിച്ച് ചരിത്രം സൃഷ്ടിച്ച ചിത്രമായിരിക്കുകയാണ് ദേവദൂതർ. മോഹൻലാൽ നായകനായ ദേവദൂതൻ 24 വർഷങ്ങൾ കഴിയാനാകുമ്പോൾ വീണ്ടും എത്തിയ ഹിറ്റാവുകയാണ്. മികച്ച പ്രതികരണമാണ് ദേവദൂതന് ഇപ്പോഴും ലഭിക്കുന്നത്. മോഹൻലാൽ നായകനായ ദേവദൂതൻ ആകെ കളക്ഷൻ 70 ലക്ഷത്തിലധികം ആഗോളതലത്തിൽ നേടിയിട്ടുണ്ട് എന്ന വാർത്തകളും വരുന്നുണ്ട്. റിലീസിംഗ് ആകെ 56 തിയേറ്ററുകളിൽ ആയിരുന്നുവെങ്കിലും നിരവധി പ്രേക്ഷകരാണ് കാണാനെത്തിയത്. പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ച് 100 തിയേറ്ററുകളിൽ ദേവദൂതൻ പ്രദർശിപ്പിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുള്ളത്. കേരളത്തിൽ മാത്രമല്ല ഗൾഫിലടക്കം ദേവദൂതൻ സിനിമ പ്രദർശനത്തിനെത്തിച്ചിട്ടുണ്ട്. എരീസിയിൽ നിന്ന് ഒരു ഷോ ചിത്രത്തിന് അധികം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടുണ്ട്. ദേവദൂതർ റീമാസ്റ്റേർഡ് ചെയ്ത് പ്രദർശനത്തിനെത്തിച്ചപ്പോൾ ചിത്രം കാണാൻ നിരവധി പേര് എത്തി എന്നുള്ള പ്രത്യേകതയുമുണ്ട്. സംവിധാനം സിബി മലയിൽ നിർവഹിച്ചപ്പോൾ തിരക്കഥ എഴുതിയിരുന്നത് രഘുനാഥ് പാലേരിയാണ്. ഛായാഗ്രഹണം നിർവഹിച്ചത് സന്തോഷ് തൊണ്ടിയിലാണ്. സംഗീതം വിദ്യാസാഗർ നിർവഹിച്ച ചിത്രത്തിലെ ഗാനങ്ങൾ അക്കാലത്തെ ഹിറ്റായി മാറിയിരുന്നു. വിശാൽ കൃഷ്ണമൂർത്തിയായ മോഹൻലാലിന് പുറമെ ചിത്രത്തിൽ ജയപ്രദ, ജനാർദ്ദനൻ, ജഗതി ശ്രീകുമാർ, ജഗദീഷ്, വിനീത് കുമാർ, ശരത് ദാസ്, വിജയലക്ഷ്മി, ലെന, രാധിക, സാന്ദ്ര, ജിജോയ്, രാജഗോപാൽ, രാജകൃഷ്ണമൂർത്തി, ജോയ്സ്, രാമൻകുട്ടി വാര്യർ എന്നിവരും കഥാപാത്രങ്ങളായി. മിസ്റ്ററി ഹൊറർ ടേണേഴ്സ് ആയിട്ടുള്ള ചിത്രം പ്രദർശിപ്പിച്ചത്. സംസ്ഥാന തലത്തിൽ അന്ന് ദേവദൂതർ അവാർഡും നേടിയിരുന്നു. സിയാദ് കോക്കറിലായിരുന്നു നിർമ്മാണം. 2000-ൽ വൻ പരാജയമായിരുന്നെങ്കിലും പിന്നീട് ചിത്രം കൾട്ട് ക്ലാസിക്കലായി മാറിയതാണ് ചരിത്രം. പുതിയ തലമുറയും മോഹൻലാലിന്റെ ദേവദൂതർ ചിത്രത്തെ വാഴ്ത്തിപ്പാടിയിരുന്നു എന്ന് പ്രസക്തിയും ചൂണ്ടിക്കാട്ടുന്നുണ്ട്.